ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാലിഫോർണിയയിലെ ലിവർമോറിൽ ടെസ്ലയുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ലോസ് ആഞ്ചലസിൽ നിന്ന് ലോഡഡ് ട്രെയിലർ എടുക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു യാത്രയുടെ ഇടയിലാണല്ലോ നമ്മൾ വീഡിയോ നിർത്തിയത്. ആ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെതറെല്ലാം നല്ല അടിപൊളി വെതറാണ്. 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം നമുക്ക് റൈറ്റ് നൗ കാലിഫോർണിയയിലെ ടെമ്പറേച്ചർ കേട്ടോ. തന്നെയല്ല ഇന്നത്തെ കാലാവസ്ഥയെല്ലാം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. മഴയും മഴക്കാറോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നല്ല അടിപൊളി സണ്ണാണുള്ളത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ സൺസെറ്റ് നമുക്കിന്ന് കാണാൻ പറ്റും. എന്നിട്ട് നേരെ എല്ലേ പോയി നമുക്ക് ട്രെയിലർ എടുക്കാം. കാരണം നിങ്ങളിപ്പോൾ കിടിലൻ കുറച്ച് പിള്ളേർ കുറച്ച് ഓഫ് റോഡ് വണ്ടികളും കൊണ്ട് പോയതുണ്ടോ? അത് മറ്റേ നമ്മുടെ ജീപ്പല്ല കേട്ടോ, ഈ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള മറ്റേ കാനാമിൻ്റെ ഒക്കെ വണ്ടികളുണ്ടല്ലോ, ആ സാധനം. അത് പ്രൈവറ്റ് ലാൻഡാണിത്. ഇത് എനിക്ക് തോന്നുന്നു ഈ റാഞ്ച് ഓൺ ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധക്കാരോ അല്ലെ അവരുടെ തന്നെ സാധനങ്ങളായിരിക്കണം. എന്തായാലും എൻ്റെ അമ്മ അടിപൊളി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇത്രയും ഏക്കറേജ് കണക്കിന് പ്രൈവറ്റ് ലാൻഡ്. അത് മിക്കതും ഇതല്ല ഓറഞ്ചോ അല്ല മാൻഡറിനോ. ഉദയേണ്ട അടുത്ത് പോകണം പൊളി. അപ്പോൾ ഇത് അവരുടെ തന്നെ റോഡും അവരുടെ തന്നെ ആൾക്കാരും ആയിരിക്കണം. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമ്മുടെയൊക്കെ ഒരു ഡ്രീമാണ്, സ്വന്തമായിട്ടൊരു റാഞ്ചും അതുപോലെ ഒരു ഓഫ് റോഡ് ട്രാക്കും പിന്നെ ഇതുപോലെ കുറേ വണ്ടികളും. ഏത് വീക്കെൻഡിൽ പിള്ളേരും ഒക്കെ ആയിട്ട് വന്ന് ഓഫ് റോഡ് അടിച്ചു കളിക്കാം. ആരുടെ ഡ്രീം അല്ലാത്തല്ലേ? അങ്ങനെ ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലിറക്കി MVD പിടിക്കും എന്നുള്ള ഒരു സാധനം വേണ്ടല്ലോ. ഒരു കിടിലൻ ഒരു വലിയൊരു 1.5 ഏക്കർ തോട്ടത്തിൽ അടിപൊളി എല്ലാ രീതിയിലുള്ള ടെറൈനും വെച്ച് ഓടിച്ചോടിച്ച് കളിക്കാം. എബിൻ EHR മാൻട്രോഡ് 5053 എന്ന് പറയുന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളോടൊരു കമൻറ്റിൽ കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഇഫ് ദെയർ കംസ് എ സിറ്റുവേഷൻ ഓഫ് എമർജൻസി വെയർ യു മസ്റ്റ് മൂവ് ദ ട്രക്ക് ടു സംവെയർ എൽസ് വെൻ യു ആർ ഓഫ് ഡ്യൂട്ടി? അപ്പോൾ ഈ കമൻറ്റ് വന്നാൽ വേറൊന്നുമല്ല, നമ്മളൊരു ദിവസം ലേറ്റായിട്ട് ഇങ്ങനെ യാടെത്തേണ്ട ഒരു വീഡിയോയിലേക്ക് സിംഗിളായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീരാറായി. എന്ത് ചെയ്യും? യാടെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരുമോ എന്നുള്ള ആ ഒരു സാഹചര്യത്തിലായിരുന്നു പുള്ളി ചോദിച്ചെന്ന് തോന്നുന്നു. ബ്രോ, സംഭവം വേറൊന്നുമല്ല. ഇപ്പം ഓരോ ഡ്രൈവർക്കുമാണ് ആ ഒരു ഡ്രൈവിംഗ് ടൈം അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ഡ്രൈവറുടെയും ഡ്രൈവിംഗ് ടൈം തീർന്നു കഴിഞ്ഞാൽ അയാൾ ലോഗൗട്ട് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യമുള്ള ലോഡാണ്. അല്ല നമ്മുടെ യാർഡിൻ്റെ അടുത്ത് ഏകദേശം കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പം വേറൊരു ഡ്രൈവറിന് ഇവിടെ നമുക്ക് ELDയിൽ ലോഗിൻ ചെയ്തിട്ട് അയാൾക്ക് വണ്ടി ഓടിക്കാവുന്നേ ഉള്ളൂ. ഒരു ഡ്രൈവർ അയാളുടെ ഒരു സ്പെസിഫിക് ടൈം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി അയാൾ റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു ഇത്രയും വലിയ എക്വിപ്മെൻറ്റ് റോഡിലിറക്കി റോഡിലെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെൻ്റൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടേ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ എന്നാണ് ഇതിൻ്റെ പുറകിലെ ഒരു ഐഡിയ. ഇനിയിപ്പോൾ പോട്ടെ, ഇത് നമ്മൾ എത്താൻ ഒരു ഇച്ചിരി 1 മണിക്കൂർ ദൂരം അല്ലെ കുറച്ച് കിലോമീറ്റേഴ്സിൻ്റെ മുമ്പാണ് നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരുന്നതെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ല വണ്ടി പ്രോപ്പർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു രീതിയിൽ ഒരു ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോപ്പർ റീസൺ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടൈം എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ബെറ്റർ നമ്മളെപ്പോഴും നമ്മുടെ ട്രക്കിംഗ് കമ്പനിയുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ടൈം തീർന്ന് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ കിടക്കുന്നിടത്തുനിന്ന് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇത്ര മണിക്കൂറാണ് നമ്മുടെ ഡ്രൈവിംഗ് ടൈം, ഇത് തീരും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡ്രൈവറും അയാളുടെ ഡ്രൈവിംഗ് ടൈം തീരുന്നതിന് മുമ്പ് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ച് 10 മണിക്കൂർ റെസ്റ്റിന് വേണ്ടിയിട്ട് പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതേ ചോദ്യം തന്നെ നമ്മളോട് വേറൊരു സബ്സ്ക്രൈബറും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് S. നായർ 9537 എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ. അപ്പോൾ ബ്രോയുടെ ആ ഒരു സംശയം ഇതോടുകൂടി ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അഹമ്മദ് അമീൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രക്കിന് ഹോൺ ഇല്ലേ എന്നുള്ളത്. കാരണം ഇവിടെ നിന്ന് നമ്മൾ അധികം ഹോൺ ഉപയോഗിക്കാറില്ലല്ലോ, വല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഹോൺ ഉപയോഗിക്കാറുള്ളൂ. ശരിക്കും നമ്മുടെ ഈ ട്രക്കിന് 2 ഹോണുകളാണുള്ളത്. ഒന്ന് സിറ്റി ഹോൺ, വേണ്ട ഈ എല്ലാ വണ്ടികൾക്കും ഉള്ള പോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ നടുക്കുള്ള ഹോളാണ് സിറ്റി ഹോൺ. രണ്ടാമത് എയർ ഹോൺ. നമ്മുടെ എയർ ഹോൺ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിയിട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ള മറ്റേ ട്രെയിനിൻ്റെ ടൈപ്പ് എയർ ഹോൺ.
റൈറ്റ് നൗ ഇപ്പോൾ നമുക്ക് റോഡിൽ ഇഷ്ടംപോലെ വണ്ടികളുള്ളത് കൊണ്ട് ഇത് രണ്ടും അടിച്ച് കാണിക്കുന്നത് മോശമാണ്. കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഓൺ അടിച്ചത്, അല്ല ആൾക്കാരൊന്ന് അത് മോശമല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം റോഡിൽ തിരക്കില്ലാത്ത ഒരു സമയത്തോ യാടി വെച്ചിട്ടോ ഞാൻ ഇത് രണ്ടും പ്രവർത്തിപ്പിച്ച് കാണിക്കാം കേട്ടോ. ശരിക്കും നമ്മൾ വണ്ടി റോഡിൽ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ കോമ്പണൻസ് എല്ലാം പ്രോപ്പറാണ്, സെക്യൂറാണ്, സേഫാണ്, വർക്കിംഗ് ആണ് എന്നുള്ളതിൽ. അപ്പം ആ സാഹചര്യങ്ങളിൽ നമ്മൾ സിറ്റി ഹോണും ഈ ഹോണും രണ്ടും പ്രവർത്തിപ്പിച്ച് മേക്ക് ഷുവർ ചെയ്യണം ഇത് വർക്കിംഗ് ആണെന്ന്. എന്നാലേ നമുക്ക് റോഡിൽ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇൻ കേസ് ഇതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അത് മൈനറാണ്. പിന്നെ മേജർ ഫോൾട്ടുകളെക്കുറിച്ചും മൈനർ ഫോൾട്ടുകളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരവസരത്തിൽ പറയാവേ. സമ്മർ തുടങ്ങിക്കഴിഞ്ഞുള്ള ഈ പ്രാണികളുടെ ശല്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം നമ്മൾ വിൻഷീൽഡിലേക്ക് അടിച്ച് നശിപ്പിച്ച് കളയും. നിറ സ്റ്റെയിൻ ആയിരിക്കും, നമ്മുടെ വിഷ്വൽസിനൊന്നും ഒരു ക്ലാരിറ്റി കാണില്ല. അപ്പോൾ നല്ല ഒരു ലവ്സ് നമുക്ക് എന്തായാലും ലവ്സിൽ കയറി വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ടൊരു ഇച്ചിരി കാപ്പിയും കൂടെ എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. നമുക്ക് ബ്രേക്ക് ഇടേണ്ട സമയം ആയിട്ടില്ല. നമുക്കൊരു 20 മിനിറ്റോടെ കഴിഞ്ഞാലേ നമുക്ക് ഫുൾ റീസെറ്റിനുള്ള ബ്രേക്കിൻ്റെ ടൈം ആവുള്ളൂ. ഫുഡ് ട്രക്കിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട്, പക്ഷെ അവരെല്ലാം ക്യാഷേ എടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ കയ്യിലാണ് $US ഇല്ല. പല പ്രാവശ്യം വിചാരിക്കും നമ്മുടെ ഉണ്ടായിരുന്ന $US എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഇന്ന് തീർന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ആവശ്യം വരാത്ത കാരണം എപ്പോഴും അതിനെക്കുറിച്ച് മറന്നു പോകും. എപ്പോഴെങ്കിലും അന്ന് എടുത്തു വെച്ചാലേ വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് കയ്യിലുണ്ടാവുള്ളത്. ഇന്നിപ്പോൾ ശനിയാഴ്ച വൈകിട്ടായതുകൊണ്ടാണ് ഇവിടെ ഒന്നും വലിയ തിരക്കില്ലാത്ത കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ല. ഏത് സ്ഥലത്ത് വന്നാലും അവിടെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും, പ്രത്യേകിച്ച് ലവ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ. Turn left on Warren Street, then take the first left. എൻ്റെ ഫേവറേറ്റ് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഹൗസ് മൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കോഫിയാണ് ലവ്സിലെ കേട്ടോ. ഇത് ഹൗസ് മൈൽഡ്. അപ്പം ഓൾറെഡി ബ്രൂവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഐറ്റം ഇവിടുന്ന് എടുക്കാൻ പറ്റും. അഥവാ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതും എടുക്കാൻ പറ്റും. ആദ്യമൊന്നും എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ വന്നു ഇപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന നെസ്കഫേ വന്നൊന്ന് ഇഷ്ടമല്ലാണ്ടായി മാറി. കാരണം സ്ഥിരം നമ്മൾ ഇത് തന്നെയല്ലേ കുടിക്കുന്നത്. നമ്മുടെ സമയം ഏകദേശം 10 മണിയാകുന്നു. അതുകൊണ്ട് നമ്മൾ ടിജോൺ പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലം കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ഏരിയ കാണുന്നു, നമ്മൾക്കിവിടെ കയറ്റാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻഷീൽഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അരമണിക്കൂർ ബ്രേക്കും എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രാത്രിയിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അതെല്ലാം ശരിയാക്കി ഇപ്പോൾ വിൻഷീൽഡ് ക്ലീനാക്കി ഇപ്പോൾ ഓടിച്ചൊന്ന് തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അത് ചീത്തയാവാനും മതി കേട്ടോ. ഇപ്പോൾ ഒരടിപൊളി സ്പോട്ട് നമുക്ക് ഇവിടെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ പിന്നെ എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് 2 പുഷപ്പൊക്കെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. നിങ്ങൾ മലയുടെ നേരെ മുകളിലേക്ക് നോക്കിക്കോണം. ഞാനിപ്പോൾ ഒരൊറ്റ സൂം ചെയ്യാം കേട്ടോ. ആ മലയുടെ മുകളിൽ ഒരൊറ്റ വീട്. എനിക്കൊന്ന് ഈ ഒരു ഏരിയ മുഴുവൻ ഓൺ ചെയ്യുന്ന ആ ഒരു റാഞ്ചറിൻ്റെ വീട് വല്ലതും ആയിരിക്കും അത്.
അങ്ങനെ നമ്മുടെ ഏകദേശം 12:45 നമ്മൾ തേണ്ട ലോസ് ആഞ്ചലസിൻ്റെ അടുത്തുള്ള ഷേഫർ അവന്യൂ എന്ന് പറയുന്ന നമ്മുടെ ഒരു ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരു അടിപൊളി യാർഡുണ്ട്. അടിപൊളി യാർഡുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പഴയ യാർഡ്. അവിടെ നമ്മുടെ കമ്പനിക്ക് ഒരു സ്പോട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ എക്സ്ട്രാ ലോഡുകളൊക്കെ ഉള്ളത് എടുത്തിടുന്നതും അല്ലെ നമ്മുടെ എം ടി ആയിട്ടുള്ള സാധനമൊക്കെ ഇടുന്നതൊക്കെ ഇവിടെയാണ്. അവിടെ ഓൾറെഡി നമുക്കുള്ളൊരു ലോഡ് എടുത്തിട്ടുണ്ടല്ലോ. അതെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മുകളിൽ നിന്ന് അങ്ങ് നോർത്തേൺ കാലിഫോർണിയയിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വന്നത്. നമുക്കത് ബുക്ക് ചെയ്ത് വിട്ട് പോവാം. ഞാനിപ്പോൾ അടിപൊളി യാർഡെന്ന് പറഞ്ഞത് നമ്മുടെ കമ്പനിയിൽ പഠിക്കുന്ന മറ്റുള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ അവരിപ്പോൾ ചിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ നല്ല പൊടിയൊക്കെ ഉള്ള, അങ്ങനെ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പഴയ വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഈ വളം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ അത്. അതുകൊണ്ട് തന്നെ അതിവിടെ നിന്നുള്ളൊരു വല്ലാത്ത സ്മെല്ല് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ട്രക്കിംഗ് കമ്പനികൾ മിക്ക സമയത്തും ഇങ്ങനെയുള്ള യാർഡുകളെ ആശ്രയിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ചീപ്പായിരിക്കുമല്ലോ അവിടുത്തെ സ്പേസിനെ. ഇപ്പോൾ ഒരു പറമ്പ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. നമുക്കിപ്പോൾ അങ്ങ് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ ഉള്ളത് നമുക്ക് ഗുണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കണ്ടില്ലേ, ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മളിവിടെ വന്നത്. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പിക്കപ്പിനുള്ള ഒരു ലോഡ് ഓൾറെഡി എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ ഉള്ളത് വലിയ ഗുണമാണ്. നമ്മുടെ കമ്പനിക്ക് ഇവിടെ കൂടാതെ സാന്റിയാഗോയിലും ഇതുപോലത്തെ ഒരു യാർഡുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ട്രെയിലർ ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സാന്റിയാഗോയിലും ഉണ്ട്, അതുപോലെ ഫൊണ്ടാന എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, ഒക്കെ ഉണ്ട്. In 800 meters, turn right on Schaefer Avenue. ഇതാണ് നമ്മുടെ ഷേഫർ അവന്യൂവിലെ യാർഡ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ യാർഡ്. ഇതാണ്ട് ഇപ്പോൾ വലിയൊരു പറമ്പ്, ഇഷ്ടംപോലെ ട്രക്കുകൾ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. പകൽ വന്നായിരുന്ന കുറച്ചുകൂടെ രസമായിരുന്നു ഇവിടെ കേട്ടോ. കാരണം ചില ഇൻട്രസ്റ്റിംഗ് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ചില അടിപൊളി സ്കൂൾ ബസ്സുകളും അല്ല ചില പേഴ്സണലായിട്ടുള്ള ആൾക്കാർ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ചില മിലിറ്ററി വണ്ടികളും അല്ല ഈ കാറ് ലോഡ് ചെയ്തേക്കുന്ന ചില ട്രെയിലേഴ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഇപ്പം പ്രത്യേകിച്ച് കാലിഫോർണിയ, ലോസ് ആഞ്ചലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വണ്ടികളൊന്നും പ്രൈവറ്റായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഈ ടൈപ്പുള്ള വണ്ടികൾ സ്വന്തമായിട്ടുള്ളവർക്ക്, എന്നാൽ അതിനനുസരിച്ചുള്ള പാർക്കിംഗ് സ്വന്തമായിട്ടില്ലാത്ത ആളുകൾക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് മേടിച്ചുകൊണ്ട് പാർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ അതുപോലത്തെ കുറേ വണ്ടികൾ കാണാം. അതൊക്കെ ഒന്ന് വേണേൽ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് നേരെ നമ്മുടെ സാധനം ഹുക്ക് ചെയ്ത് പോയേക്കാം. പണ്ട് നമ്മളിവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സെറ്റപ്പ് മുഴുവൻ ഇവർ മാറ്റി കേട്ടോ. മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് നമ്മളിവിടെ വരുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ നമ്മൾ ഇതിനു മുമ്പ് വരുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു മൊത്തത്തിലുള്ള പാർക്കിങ്ങിൻ്റെ സെറ്റപ്പുകൾ മാറി. അന്നേരം എനിക്കറിയായിരുന്നു നമ്മുടെ ട്രെയിലർ എവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ മൊത്തത്തിൽ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫൈനലി നമ്മളെ ട്രെയിലർ കണ്ടുപിടിച്ചു കേട്ടോ. ഇത് ലോഡഡ് അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 5190 പാമ്പൻ ചെയ്യുമ്പോഴൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ലോഡഡ് ട്രെയിലർ സീലൊക്കെ ഉണ്ട്. വേണ്ട ആ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിലർ. അപ്പോൾ ആദ്യം ഈ സാധനം അൺഹുക്ക് ചെയ്തിട്ട് അതെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഇതെടുത്ത് തിരിച്ച് ആ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇടണം. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ ലാൻഡിങ് ഗിയർ. ഇതാണ് ലാൻഡിങ് ഗിയറിൻ്റെ ഉപയോഗം.
ലാൻഡിങ് ഗിയർ ഇല്ലെങ്കിൽ നമുക്ക് ട്രെയിലർ അൺഹുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ലാൻഡിങ് ഗിയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിഫ്ത്ത് വീലിൻ്റെ ലിവർ വലിച്ച ലോക്ക് ഡിസ്കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കലും എയർലൈൻസും ഡിസ്കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനം ഹുക്ക് ചെയ്ത് മാറ്റിയിട്ടു. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനം എടുത്ത് തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ കിടന്നോടത്ത് കൊണ്ട് തിരിച്ചിടട്ടെ. നമ്മൾ കൊണ്ടുവന്ന ട്രക്കിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ ഫാനുണ്ടല്ലോ, ആ വിങ്സ് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഈ സാധനം പുറകിൽ പോയി ഇടിക്കും കേട്ടോ. അത് ഇടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഈ സാധനം പുറകിൽ ഇത്ര സ്പേസ് എടുത്തിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കുകയല്ല. പറഞ്ഞില്ലേ, കുറേ ഫാൻസി വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്, പഴയ ഐറ്റംസാണ് കേട്ടോ. ആൾക്കാർ ഇന്നലെ നാളെ എപ്പോഴേലും റിസ്റ്റോർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കിടക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്പോട്ടിലേക്കാണ് നമുക്കിടേണ്ടത്. കൊണ്ടുപോകാനുള്ളത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു, നമ്മൾ കൊണ്ടുവന്നത് തിരിച്ചിടുകയും ചെയ്തു. നിസ്സാര പണിയുള്ളൂ, പക്ഷെ ഒരാൾ തന്നെ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കറക്കി ഇറക്കി ചെറിയ ചെറിയ പണികളെ. ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഇതിന് മാത്രം വലിയ പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ഇല്ലതാണ്. നമ്മുടെ പുതിയ ലോഡും എടുത്ത് ഓൾറെഡി റോഡിൽ ഇറങ്ങി 118 കിലോമീറ്ററിൽ ബാർസ്റ്റോ എന്ന് പറയുന്ന നമ്മുടെ സ്ഥിരം ലൗസിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ പോയി പറ്റിയ ഒന്ന് കുളിച്ച് ദേവസ്യാച്ചനെ വണ്ടി ഏൽപ്പിക്കാം. അവിടെ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബാർസ്റ്റോ എന്ന് പറയുന്ന ലൗസിലെത്തിയേ. ദേവസ്യാച്ചൻ വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കിടക്കണതിന് മുമ്പ് ഒന്ന് കുളിച്ചിട്ട് വരാം. കാരണം പൊടിയൊക്കെ പിടിച്ച് യാടി കിടന്ന് കുറേ കറങ്ങിയതല്ലേ, മേല് നിറയെ പൊടിയുണ്ട്, പിന്നെ വേർപ്പും ഒക്കെ ഉണ്ട്. അതും വെച്ചോണ്ട് അങ്ങനെ കിടക്കണം. അപ്പോൾ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം.